രാജ്യത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാനാണ് ഇത്തവണത്തെ വോട്ടെന്ന് ഖത്തറിലെ പ്രവാസി വോട്ടർമാർ. പ്രവാസി പ്രശ്നങ്ങളെക്കാൾ സമാധാനപരമായി ജീവിക്കാനുള്ള സാഹചര്യമാണ് ആദ്യം ഉറപ്പാക്കേണ്ടതെന്നും ഇവർ പറയുന്നു. വോട്ട് തേടി സ്ഥാനാർത്ഥികൾ പ്രവാസ ലോകത്തേക്ക് വരുന്ന കാലമാണ്. പക്ഷേ പ്രവാസികൾക്ക് ഈ സ്ഥാനാർത്ഥികളോട് ചിലത് പറയാനുണ്ട്. പ്രവാസികൾക്ക് പറയാനുള്ളതും കേൾക്കാം. സ്ഥാനാർത്ഥികളോട് പറയാനുള്ളത്, നിർബന്ധമായിട്ട് ഇവിടെ പ്രയാസപ്പെടുന്ന പ്രവാസികളുണ്ട്. ഈ സീസൺ ടൈമിൽ വില കൂട്ടുന്ന വിമാന ചാർജ് അതൊക്കെ കുറച്ച് തരാൻ എല്ലാ തരത്തിലും അവിടെ സമ്മർദ്ദം ചെലുത്തി അത് കുറപ്പിച്ചിട്ട് ചെറിയ റേറ്റിന് കൊണ്ടുപോകാനുള്ള സൗകര്യം ചെയ്യണം. കാലങ്ങളായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നത് അത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് നമ്മളെ തികച്ചും അവഗണിക്കുന്നത് ശരിക്കും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് പ്രവാസികളുടെ വോട്ട് നമുക്ക് നാട്ടിൽ ചെയ്യാൻ പറ്റും. ഇതുവരെ ഒരു കക്ഷികൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ഞങ്ങളെല്ലാവരും ഈ വോട്ട് ചെയ്യാൻ വേണ്ടി നാട്ടിൽ പോകും. ഇപ്രാവശ്യം എത്ര പൈസ ചിലവായാലും നമ്മൾ നാട്ടിൽ ചെയ്തിട്ട് വോട്ട് ചെയ്തിട്ട് വരും. അത് ഉറപ്പാണ്. 2 ദിവസം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഇന്ത്യ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. അതായത് വലിയൊരു വർഗീയ ശക്തിയുടെ കയ്യിലാണ് ഇന്ത്യ ഉള്ളത്. തീർച്ചയായിട്ടും നമ്മളത് തിരിച്ചു പിടിക്കണം. അതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. ആദ്യം അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം അതാണ് നമുക്ക് വേണ്ടത്. നമ്മളൊരു നിലയിൽ പോകണ്ടേ. ഇന്ത്യ എന്നാവണം, എന്നിട്ടല്ല പ്രവാസം. നമുക്ക് ആദ്യം നമ്മുടെ നാട്ടിൽ നമുക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ കഴിയണം. പിന്നീട് നമ്മൾ ജോലിയും കാര്യങ്ങളും. ആദ്യം മനസ്സമാധാനം. ഒന്നിച്ച് പ്രവാസികൾ ഐക്യത്തോടെ നിന്ന് ഒരു ലീഗലി ഫൈറ്റ് ചെയ്തിട്ടോ മറ്റോ നമുക്ക് വോട്ടുകൾ നേടേണ്ടതുണ്ട്. കാരണം നമുക്ക് വോട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവണം. നമ്മളൊരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ നമുക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാവണം. അതിന് നമ്മൾ ലീഗലായിട്ട് പ്രവാസികൾ ഒന്നിച്ചെന്ന് ഫൈറ്റ് ചെയ്യേണ്ട അവസരം ഇനിയും അതിക്രമിച്ചിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ പാനൂർ മുനിസിപ്പാലിറ്റിയിൽ കേസ് കൊടുത്തിട്ട് അത് കേസിൽ വിജയിച്ചിന്. പക്ഷേ അത് നിയമമായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. വോട്ട് നമ്മൾ അടിയോട്ടുള്ള അമ്മതിൻ്റെ മറ്റവരുടെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്യും. സുപ്രീം കോടതിയിൽ അത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ചെയ്യാൻ പറ്റുന്നില്ല. അതിനിപ്പോൾ ഞങ്ങൾ അതിന് വീണ്ടും ഇവിടുന്ന് നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റും. വിദേശ രാജ്യങ്ങൾ ചെയ്യുമ്പോൾ ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ചിട്ടൊക്കെ ഇവിടുന്ന് ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അത് ചെയ്യുമെന്നാണെന്ന് പറഞ്ഞത്. പക്ഷേ ഇതുവരെ നിലവിൽ വന്നിട്ടില്ല. പ്രവാസി എന്ന എല്ലാ വർഷവും നമ്മളത് ഒരു തുടർക്കഥയായി പോവുക. കോടതിയിൽ കേസ് അതങ്ങനെ പ്രവാസി വോട്ട് ഇപ്പം അടുത്ത് ഗവൺമെൻറ് പറഞ്ഞത് പ്രവാസി വോട്ട് ഉണ്ട്. പക്ഷേ അത് അതിൻ്റെ ചിട്ടയിലേക്ക് പോയിട്ടില്ല. തീർച്ചയായും വരും വർഷങ്ങളിൽ പ്രവാസികളായി നമുക്ക് വോട്ട് ചെയ്യാൻ ചാൻസ് കിട്ടും എന്നതിന് പൂർണ്ണ വിശ്വാസമുണ്ട്. ഏത് പ്രതിനിധി ആയാലും നമുക്ക് പ്രവാസികളുടെ കാര്യത്തിൽ നമ്മുടെ ക്ഷേമ പെൻഷൻ പദ്ധതി ആയാലും അതുപോലെ തന്നെ ഇവിടെ നിന്ന് 60 വയസ്സൊക്കെ ആയി കഴിഞ്ഞു പോകുന്ന ആളുകൾക്ക് നമ്മുടെ നാട്ടിലെത്തുമ്പോൾ അല്ലെങ്കിൽ പ്രവാസി സുഹൃത്തുക്കൾക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും നമ്മുടെ ഈ ഒരു പ്രവാസി ഈ ഒരു ഖത്തറിലും ദുബൈയിലും ഒക്കെ ആയിട്ട് പ്രവാസികൾ അനുഭവിച്ചതിന് ശേഷം നാട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് അവർക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു സംവിധാനം കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത്. ആദ്യമായി പറയാനുള്ളത്, ഇപ്പോൾ പ്രവാസികളുടെ പ്രശ്നത്തിനുപരി നമ്മുടെ ഇന്ത്യ മുന്നണി വീണ്ടും ഭരണത്തിൽ വരിക എന്നുള്ളതാണ്. അപ്പോൾ പ്രവാസികളുടെ പ്രശ്നം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ നാട്ടിൽ പോവുകയാണെങ്കിൽ ടിക്കറ്റ് നിരക്കുന്നുള്ളത് നമ്മുടെ അതുവരെ ജോലി ചെയ്ത ശമ്പളത്തിൻ്റെ പകുതിയിലേറെ നമ്മൾ കൊടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് പ്രവാസികൾ സീസണുകളിൽ നിരന്തരമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ടിക്കറ്റ് ഫെയർ. സാധാരണ ഒരു കുടുംബത്തിന് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് മറ്റു GCC രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ 10,000, 12,000 അല്ല 8,000 രൂപ കൊടുത്ത് പോകുമ്പോൾ ഖത്തറിലെ പ്രവാസികൾ 30,000, 40,000, 50,000 രൂപ കൊടുത്ത് യാത്ര ചെയ്യേണ്ട വളരെ പ്രയാസകരമായ ഒരു സാഹചര്യം നാളിതുവരെ കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു വിഷയങ്ങളൊക്കെ പാർലമെൻറ്റിൽ ഉന്നയിക്കുകയും വ്യോമയാന മന്ത്രി ഉൾപ്പെടെ കണ്ടുകൊണ്ട് പ്രവാസികളുടെ വിഷയം പരിഹരിക്കുന്നതിൽ ഷാഫി 100% യുവാക്കളുടെ അതെല്ലാം ഖത്തറിലെ പ്രവാസികളുടെ വിഷയം അധികാരികളുടെ മുമ്പിൽ എത്തിക്കാൻ ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നുള്ള വലിയൊരു വിശ്വാസം പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്.